ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. യുനാനി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് അടുത്ത 2 പതിറ്റാണ്ട് ഏറെ നിർണായകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ലഹരി മരുന്ന് ഉപയോഗം അതീവ ഗൌരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് നിയമസഭയിൽ. വിഷയത്തിന്മേലുള്ള പ്രതിപക്ഷത്തിന്റെ ഉപക്ഷേപം പരിഗണിച്ച് സഭയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. പൊതുനിയമനങ്ങൾ സംബന്ധിച്ച് നൽകുന്ന പരസ്യങ്ങളിൽ നിലവിലുള്ള ഒഴിവുകളുടെ എണ്ണം കൃത്യമായി രേഖപ്പെടുത്തിയില്ലെങ്കിൽ അത് അസാധുവാണെന്ന് സുപ്രീംകോടതി. ദേശീയ ഗെയിംസിൽ ജിംനാസ്റ്റിക്സിൽ കേരളത്തിന്റെ ഫസൽ ഇംതിയാസ് പാർവതി ബി നായർ സഖ്യത്തിന് വെള്ളി മെഡൽ. 1ാം സ്ഥാനത്ത് സർവീസസ് മുന്നേറുന്നു. വാർത്തകൾ വിശദമായി. യുനാനി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗും ചടങ്ങിൽ സന്നിഹിതനാകും. ആയുഷ് മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്ര യുനാനി ചികിത്സാ ഗവേഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പ്രശസ്ത യുനാനി ചികിത്സകനും അധ്യാപകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ഹക്കീം അജ്മൽ ഖാന്റെ ജന്മവാർഷിക ദിനമായ ഫെബ്രുവരി 11 യുനാനി ദിനമായി ആഘോഷിക്കുന്നത്. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിൽ അടുത്ത 2 പതിറ്റാണ്ട് ഏറെ നിർണായകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ആരംഭിച്ച ഇന്ത്യ ഊർജ്ജവാരം 2025 നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. 21ാം നൂറ്റാണ്ട് ഇന്ത്യയുടേതാണെന്ന് പറഞ്ഞ ശ്രീ മോദി ലക്ഷ്യങ്ങൾ പ്രതീക്ഷിച്ചതിലും നേരത്തെ സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കുമെന്നും വ്യക്തമാക്കി. ഊർജ്ജ മേഖലയിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുകയാണ്. 2030ഓടെ ഇന്ത്യയുടെ ഊർജ്ജ ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകുമെന്നും പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനം തുടരുന്നു. ഇന്ന് നടക്കുന്ന 3 ദിവസത്തെ AI ഉച്ചകോടിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. ഫ്രഞ്ച് പ്രസിഡന്റുമായുള്ള ഉഭയകക്ഷി ചർച്ചകളാണ് മറ്റു പരിപാടികൾ. ഫ്രാൻസിലെ ആദ്യ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രധാനമന്ത്രി മാർസലയിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്റർനാഷണൽ തെർമോ ന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടർ പദ്ധതിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ലോക മഹായുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സൈനികരുടെ ഓർമ്മയ്ക്കായി പണികഴിപ്പിച്ച മസാർ ഗുയിസ് യുദ്ധ സ്മാരകവും അദ്ദേഹം സന്ദർശിക്കും. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നാളെ അമേരിക്കയിലെത്തും. പാർലമെന്റിന്റെ ഇരുസഭകളിലും 2025-2026 വർഷത്തെ കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച ഇന്നും തുടരുന്നു. ഇരുസഭകളിലും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ വർദ്ധിച്ചുവരുന്ന ലഹരി മരുന്ന് ഉപയോഗം സംബന്ധിച്ച് നടപടികൾ നിർത്തിവയ്ക്കുന്നതിനുള്ള ഉപക്ഷേപം സംബന്ധിച്ച ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ലഹരി മരുന്ന് വ്യാപനം കാരണം കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവയ്ക്കണമെന്ന ഉപക്ഷേപം പരിഗണനയ്ക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് PC വിഷ്ണുനാഥാണ് നോട്ടീസ് നൽകിയത്. ലഹരിയെ സാമൂഹിക വിപത്തായി അതീവ ഗൌരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. അതിനാൽ വിഷയം ചർച്ച ചെയ്യാമെന്ന് മന്ത്രി അറിയിച്ചു. തുടർന്ന് വിഷയം ചർച്ച ചെയ്യാമെന്ന് സ്പീക്കർ അറിയിക്കുകയായിരുന്നു. പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി 1200ഓളം ഫ്ളാറ്റുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നതായി മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുനർഗേഹം പദ്ധതി അതീവ ഗംഭീരമായി കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ തീരുമാനിക്കപ്പെട്ട പദ്ധതിയുടെ ഭാഗമായി മിക്കവാറും എല്ലാവർക്കും തന്നെ ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുന്ന സ്ഥിതിയിലെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 1200ഓളം ഫ്ളാറ്റുകളുടെ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണ്. പട്ടികവർഗ വിഭാഗങ്ങളുടെ പുനരധിവാസ പദ്ധതിയായ സേഫ് പദ്ധതിയിലൂടെ 2022-23 സാമ്പത്തിക വർഷത്തിൽ 764 വീടുകളും 2023-24 സാമ്പത്തിക വർഷത്തിൽ 523 വീടുകളും പൂർത്തീകരിച്ചതായി മന്ത്രി OR കേളു. 2024-25 സാമ്പത്തിക വർഷത്തിൽ 3527 വീടുകൾക്ക് ആദ്യഘട്ടത്തിലും 250 വീടുകൾ അധികമായും സേഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുമതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. വന്യമൃഗങ്ങളുടെ ആക്രമണം തടയുന്നതിനായി സർക്കാർ നടപടികൾ സ്വീകരിച്ചതായി വനം മന്ത്രി AK ശശീന്ദ്രൻ. വനപ്രദേശങ്ങളിൽ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ആഹാരവും ജലവും ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ
എന്ന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി 1434 കുളങ്ങൾ, 574 വയലുകൾ, വാട്ടർ ഹോഴ്സ് തുടങ്ങി 308ഓളം മറ്റിതര ജലസ്രോതസ്സുകൾ നിർമ്മിക്കാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള 21 പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പോകുന്നത്. ഇത്തരം വന്യമൃഗ ആക്രമണത്തിൽ നിന്നും മലയോര മേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാനാവശ്യമായ ഊർജിതമായ ശ്രമങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ്. തിരുവനന്തപുരം ജില്ലയിലെ പാലോട് 50 വയസ്സുകാരൻ മരിച്ചത് കാട്ടാനയുടെ ആക്രമണത്തിലാണെന്ന് സ്ഥിരീകരണം. പാലോട് മടത്തറ സ്വദേശി ബാബുവാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇയാളുടെ മൃതദേഹം വനമേഖലയിൽ നടത്തിയ തെരച്ചിലിലാണ് കണ്ടെത്തിയത്. നൂൽപ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. കാപ്പാട് സ്വദേശി മനുവാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരമാണ് ആക്രമണമുണ്ടായത്. പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. യുവാവിന്റെ മൃതദേഹം നീക്കം ചെയ്യുന്നത് നാട്ടുകാർ തടഞ്ഞു. പൊതുനിയമനങ്ങൾ സംബന്ധിച്ച് നൽകുന്ന പരസ്യങ്ങളിൽ നിലവിലുള്ള ഒഴിവുകളുടെ എണ്ണം കൃത്യമായി രേഖപ്പെടുത്തിയില്ലെങ്കിൽ അത് അസാധുവാണെന്ന് സുപ്രീംകോടതി. സുതാര്യത ഇല്ലാത്തതിനാൽ ഇത്തരം പരസ്യങ്ങൾ നിയമവിരുദ്ധമാണെന്നും കോടതി നിരീക്ഷിച്ചു. പരസ്യങ്ങളിൽ ഒഴിവുകളുടെ എണ്ണം, സംവരണ സീറ്റുകളുടെ അനുപാതം, പരീക്ഷ നടത്തുന്ന രീതി തുടങ്ങിയവയും ഉൾപ്പെടുത്തേണ്ടതാണെന്നും പരമോന്നത കോടതി വ്യക്തമാക്കി. ഭീകരവാദം, സൈബർ കുറ്റകൃത്യങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വെല്ലുവിളികൾ അതിർത്തികൾക്കതീതമാണെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. എയ്റോ ഇന്ത്യ പ്രദർശനത്തിന്റെ ഭാഗമായി ബംഗളൂരുവിൽ നടന്ന പ്രതിരോധ മന്ത്രിമാരുടെ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹാകുംഭമേളയുടെ ഭാഗമായി നാളെ നടക്കുന്ന മാഘി പൂർണിമ സ്നാനത്തിനായി എത്തുന്ന തീർത്ഥാടകർക്കും യാത്രക്കാർക്കുമായി പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്തിയതായി ഇന്ത്യൻ റെയിൽവേ. പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷനിലെ തയ്യാറെടുപ്പുകൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്നലെ വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ദേശീയ ഗെയിംസിൽ ജിംനാസ്റ്റിക്സിൽ കേരളത്തിന് വീണ്ടും മെഡൽ. അക്രോബാറ്റിക്സ് ജിംനാസ്റ്റിക്സിൽ ഫസൽ ഇംതിയാസ്, പാർവതി ബി നായർ മിക്സഡ് സഖ്യം വെള്ളി മെഡൽ നേടി. ഇതേ വിഭാഗത്തിൽ വനിതകളുടെ മത്സരത്തിൽ ലക്ഷ്മി ബി നായർ, പൌർണമി ഋഷികുമാർ സഖ്യം വെങ്കലം നേടി. പോയിന്റ് പട്ടികയിൽ സർവീസസ് ഒന്നാമതും മഹാരാഷ്ട്ര രണ്ടാം സ്ഥാനത്തും കർണാടക മൂന്നാം സ്ഥാനത്തുമാണ്. കേരളം നിലവിൽ 9ാം സ്ഥാനത്താണ്. കണ്ണൂരിൽ നടന്ന സംസ്ഥാന അന്തർജില്ലാ സീനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ആലപ്പുഴ ചാമ്പ്യന്മാരായി. തിരുവനന്തപുരമാണ് റണ്ണേഴ്സ് അപ്പ്. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകുന്നേരം 5-ന് തുറക്കും. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. നാളെ മുതൽ ദർശനത്തിന് അവസരം ഉണ്ടെങ്കിലും പൂജകളൊന്നും തന്നെ ഉണ്ടാകില്ല. 13 മുതൽ 17 വരെ പൂജകളും അഭിഷേകവും നടക്കും. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ആരോഗ്യം ആനന്ദം എന്ന യജ്ഞത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും സ്ക്രീനിംഗ് സൌകര്യം ഏർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിന്റെ ആദ്യഘട്ടം സ്ത്രീകൾക്കുള്ളതായതിനാൽ സ്ത്രീകളിലെ സ്തനാർബുദ ക്യാൻസർ, ഗർഭാശയകള ക്യാൻസർ എന്നിവയ്ക്കുള്ള സ്ക്രീനിംഗ് സൌകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. മുഴുവൻ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക് ആശുപത്രികൾ, കാസർഗോഡ് ജനറൽ ആശുപത്രി, കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിൽ ഇതിനായി പ്രത്യേകം സ്ക്രീനിംഗ് റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ സ്വകാര്യ ആശുപത്രികളിലും പ്രത്യേകം സ്ക്രീനിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്തെ ആദ്യത്തെ കൊക്കൈൻ കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെ 8 പേരെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കുറ്റവിമുക്തനാക്കി. 2015ലാണ് കേസിനാസ്പദമായ സംഭവം. കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിൽ പോലീസ് നടത്തിയ റെയ്ഡിലാണ് ഷൈൻ ടോം ചാക്കോയും സുഹൃത്തുക്കളും അറസ്റ്റിലായത്. പേവിഷബാധയെ തുടർന്ന് തിരുവല്ലയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കുട്ടി മരിച്ചു. പറയംകുളം സെന്റ് ജോസഫ് സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥി, ആലപ്പുഴ ചാരുമൂട്ടിലെ 8 വയസ്സുകാരൻ സാവൻ ബി കൃഷ്ണയാണ് മരിച്ചത്. പേവിഷബാധയുമായി ബന്ധപ്പെട്ട് ജാഗ്രത പുലർത്തണമെന്ന് കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാണെന്നും DMO അറിയിച്ചു. വയനാട് പുൽപ്പള്ളി ഇരുളം ചേലക്കൊല്ലി വനത്തിൽ കാട്ടുകൊമ്പനെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വനംവകുപ്പിന്റെ സഹകരണത്തോടെ സ്ഥാപിച്ച AI ഫെൻസിംഗിനോട് ചേർന്ന ഭാഗത്താണ് ആന ചരിഞ്ഞത്. പ്രധാന വാർത്തകൾ വീണ്ടും. യുനാനി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് അടുത്ത 2 പതിറ്റാണ്ട് ഏറെ നിർണായകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ലഹരി മരുന്ന് ഉപയോഗം അതീവ ഗൌരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്ന് മന്ത്രി MP രാജേഷ് നിയമസഭയിൽ. വിഷയത്തിന്മേലുള്ള പ്രതിപക്ഷത്തിന്റെ ഉപക്ഷേപം പരിഗണിച്ച് സഭയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. പൊതുനിയമനങ്ങൾ സംബന്ധിച്ച് നൽകുന്ന പരസ്യങ്ങളിൽ നിലവിലുള്ള ഒഴിവുകളുടെ എണ്ണം കൃത്യമായി രേഖപ്പെടുത്തിയില്ലെങ്കിൽ അത് അസാധുവാണെന്ന് സുപ്രീംകോടതി.
ദേശീയ ഗെയിംസിൽ ജിംനാസ്റ്റിക്സിൽ കേരളത്തിന്റെ ഫസൽ ഇംതിയാസ് പാർവതി ബി നായർ സഖ്യത്തിന് വെള്ളി മെഡൽ. ഒന്നാം സ്ഥാനത്ത് സർവീസസ് മുന്നേറുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:50.